ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഡൊമിനിക് ബെന്നി, PMI, കാട്ടിപ്പറമ്പ് സെൻറ്റ് ഫ്രാൻസിസ് അസിസി പള്ളിയിലെ സഹവികാരിയാണ്. അത്ഭുതങ്ങളുടെ ഘോഷയാത്രയില്ലാത്ത, അല്ലെങ്കിൽ അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഒന്നും പ്രസിദ്ധമാകാത്ത ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസിസി. ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടയാളമെന്ന് പറയുന്നത്, അദ്ദേഹത്തിന് ലഭിച്ച പഞ്ചക്ഷതങ്ങളാണ്. അതുതന്നെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം കൂടിയാണ്, ഒരു അടയാളം കൂടെയാണ്. ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം വഴി രോഗശാന്തി, അത്ഭുത രോഗശാന്തികൾ ലഭിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതിലൊരു വിശുദ്ധനാണ് വിശുദ്ധ ബൊനവെൻച്വർ. അദ്ദേഹം ആ സഭയിലെ അംഗമായി കർത്താവിന് വേണ്ടി ജനങ്ങളെ, ആത്മാക്കളെ നേടുന്നതിൽ അതീവ തീക്ഷ്ണത കാണിച്ച ഒരു വിശുദ്ധൻ കൂടെയാണ് വിശുദ്ധ ബൊനവെൻച്വർ. അപ്പോൾ ഈ വർഷം പരിശുദ്ധ പാപ്പ ഫ്രാൻസിസ് അസിസിയുടെ 800-ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ജൂബിലി ഇയറായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിൽ വരുന്ന ആ ദേവാലയങ്ങളിൽ സന്ദർശിക്കുന്നവർക്ക്, അല്ലെങ്കിൽ അവരുടെ ആശ്രമങ്ങളിൽ സന്ദർശിക്കുന്നവർക്ക് പൂർണ്ണദണ്ഡ വിമോചനവും പാപ്പ വാഗ്ദാനം ചെയ്യുന്നുണ്ട്, അതിൻ്റെ മാനദണ്ഡങ്ങൾ സ്വീകരിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ കൊച്ചി രൂപതയിലെ ഏക ഫ്രാൻസിസ് അസീസിയുടെ ദേവാലയം കാട്ടിപ്പറമ്പ് ദേവാലയമാണ്. അതുതന്നെ വലിയൊരു അനുഗ്രഹം കൂടിയാണ്. ഈ ഇവിടുത്തെ ജനതകൾക്ക് ദൈവം നൽകിയ ഒരു സമ്മാനമാണ് ഈ വർഷത്തെ പാപ്പ പ്രഖ്യാപിച്ച ഈ ജൂബിലി ഇയർ. അതുകൊണ്ട് ഫ്രാൻസിസ് അസീസിയുടെ സ്വർഗീയ മാധ്യസ്ഥം അയച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഏവരെയും ക്ഷണിക്കുകയാണ്. എല്ലാ തിങ്കളാഴ്ചയും ഫ്രാൻസിസ് അസീസിയുടെ ദിവ്യബലിയും അതിനെ തുടർന്ന് നൊവേനയും പരിശുദ്ധ ദിവ്യകാരുണ്യ ആരാധനകളൊക്കെയുണ്ട്, നടക്കുന്നുണ്ട് ഇവിടെ. അതിലെല്ലാവരും പങ്കുചേരുക. അതുപോലെ തന്നെ ഒക്ടോബർ മാസം 7-ാം തീയതി വിശുദ്ധൻ്റെ തിരുനാൾ, മരണത്തിരുനാൾ 7-ാം തീയതി മുതൽ 11-ാം തീയതി വരെ ഇവിടെ സാഘോഷം കൊണ്ടാടുകയാണ്. 800 പ്രസിദ്ധിമാരെ വച്ചുകൊണ്ടുള്ള ഒരു ആഘോഷമായ തിരുനാൾ പരിപാടിയാണ് ഇവിടെ വിഭാവന ചെയ്തിരിക്കുന്നത്. 7-ാം തീയതിക്ക് മുമ്പായി 9 ദിവസത്തെ നവനാൾ കൂടെയുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊണ്ട് വിശുദ്ധൻ്റെ സ്വർഗീയ മാധ്യസ്ഥ്യം പ്രാപിക്കുവാനും അതുപോലെ തന്നെ അത്ഭുത രോഗശാന്തിയും എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കുവാനും നിങ്ങളേവരെയും ക്ഷണിക്കുകയാണ്. ദൈവം നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒപ്പം പാപ്പ നൽകിയിരിക്കുന്ന ഈ സുവർണാവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാൻ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.